ലാസ്റ്റ് വീഡിയോയിൽ ഈ വീഡിയോ ലാസ്റ്റ് വീഡിയോൻ്റെ കണ്ടിന്യൂഷനാണ്. ലാസ്റ്റ് വീഡിയോയിൽ ഒരു പ്രോബ്ലമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇതിൽ ഒരു പ്രോബ്ലം കൂടി പ്രിൻസിപ്പൽ സ്ട്രെങ്ത് പ്രിൻസിപ്പൽ പ്ലെയിൻ കാൽക്കുലേഷനിലെ ഒരു പ്രോബ്ലം കൂടി നമുക്ക് സോൾവ് ചെയ്യാം. അതിൻ്റെ കൂടെ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാനൊരു ടേം പറയാൻ വിട്ടിരുന്നു. അത് മാക്സിമം ഷിയർ സ്ട്രെസ് ആണ്. എന്താണ് മാക്സിമം ഷിയർ സ്ട്രെസ് എന്നുള്ള അതിൻ്റെ കൺസെപ്റ്റും കൂടി ഒന്ന് നോക്കാം. അപ്പം ഇത്രയും ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ വീഡിയോ കംപ്ലീറ്റ് ആയി. സോ ഫസ്റ്റ് മാക്സിമം ഷിയർ സ്ട്രെസ് എന്താണെന്ന് നോക്കാം. നമ്മൾ മാക്സിമം നോർമൽ സ്ട്രെസ് കണ്ടുപിടിച്ച പോലെ തന്നെ മാക്സിമം നോർമൽ സ്ട്രെസ് നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മുടെ കയ്യിൽ ഏതോ ഒരു പ്ലെയിൻ ഉണ്ട്, ഒരു ഒബ്ജക്റ്റിനെ ഏതോ ഒരു ആംഗിളിൽ ഇങ്ങനെ ഒരു ഒബ്ജക്റ്റ് ഉണ്ട്, അതിനെ ഏതോ ഒരു കട്ടിംഗ് പ്ലെയിൻ ഏതോ ഒരു ആംഗിളിലുള്ള ഒരു പ്ലെയിൻ കൊണ്ട് കട്ട് ചെയ്തപ്പം നമുക്ക് ആ പ്ലെയിനിൽ ഷിയർ സ്ട്രെസ് സീറോ ആയി കറസ്പോണ്ടിങ് സ്ട്രെസ്സിൻ്റെ വാല്യൂ മാക്സിമം വാല്യൂവും കിട്ടി. അതിനെയാണ് നമ്മൾ പ്രിൻസിപ്പൽ സ്ട്രെസ് എന്ന് വിളിച്ചത്. സിഗ്മ 2 സിഗ്മ 3 ഡയമെൻഷണൽ കേസ് ആണെങ്കിൽ 3 പ്രിൻസിപ്പൽ സ്ട്രെസ് ഉണ്ടാവും. അതിൽ ഹയസ്റ്റ് വാല്യൂസ് മേജർ പ്രിൻസിപ്പൽ സ്ട്രെസ് എന്ന് പറയും, ലോവസ്റ്റ് വാല്യൂവിനെ മൈനർ പ്രിൻസിപ്പൽ സ്ട്രെസ് എന്നും പറയും. ഓക്കെ, ഇതാണ് മാക്സിമം നോർമൽ സ്ട്രെസ്സിൻ്റെ കൺസെപ്റ്റ്. സിമിലർലി നമ്മളൊരു 3 ഡയമെൻഷണൽ ഒബ്ജക്റ്റ് ഉണ്ട്. 3 ഡയമെൻഷണൽ ഒബ്ജക്റ്റ് നേരത്തെ എടുത്ത പോലെ തന്നെ ഇതിനെ ഏതോ ഒരു ആംഗിളിൽ കട്ട് ചെയ്തപ്പം നമുക്ക് ആ പ്ലെയിനിൽ ഷിയർ സ്ട്രെസ് മാക്സിമം ആയി കിട്ടി. അപ്പം ഈ ഷിയർ സ്ട്രെസ് മാക്സിമം ആവുന്ന പ്ലെയിനിൽ നോർമൽ സ്ട്രെസ് സീറോ ആവും എന്നുള്ള കൺസെപ്റ്റ് ഒന്നുമില്ല. പക്ഷെ നോർമൽ സ്ട്രെസ്സും ഉണ്ടാവും, ബട്ട് ആ പ്ലെയിനിൽ ഷിയർ സ്ട്രെസ്സിൻ്റെ വാല്യൂ മാക്സിമം ആണ്. ഓക്കെ, ഇവിടെ നോർമൽ സ്ട്രെസ് സീറോ എന്നുള്ളത് എടുക്കരുത്. നോർമൽ സ്ട്രെസ് സീറോ അല്ല, ഇവിടെ ഈ കേസിൽ മാത്രമേ ഷിയർ സ്ട്രെസ് സീറോ ആവുന്നുള്ളൂ. റിവേഴ്സ് കൺസെപ്റ്റ് ഇല്ല. സോ ആ പ്ലെയിനിൽ മാക്സിമം ഷിയർ സ്ട്രെസ് കിട്ടി. അത് കാണാനുള്ള ഇക്വേഷനാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ജനറലി ഇത് ഒരു 2 ഡയമെൻഷണൽ കേസാണ്. 3 ഡയമെൻഷണൽ കേസിൽ സിഗ്മ 1 സിഗ്മ 2 സിഗ്മ 3 മൂന്നും ഉണ്ടെങ്കിൽ ടോമാക്സ് എന്ന് പറഞ്ഞാൽ സിഗ്മ 1 മൈനസ് സിഗ്മ 3/2 ആയിരിക്കും. ഹയസ്റ്റ് വാല്യൂ മൈനസ് ലോവസ്റ്റ് വാല്യൂ ഡിവൈഡ് ബൈ 2 ആണ് ടോമാക്സിൻ്റെ ഇക്വേഷൻ. ഇതിൻ്റെ ഡെറിവേഷനും ബാക്കി കാര്യങ്ങളൊന്നും ഇപ്പം നിങ്ങൾ ബോധർ ചെയ്യേണ്ട. ജസ്റ്റ് ഇക്വേഷൻ എന്താണ് മാക്സിമം ഷിയർ സ്ട്രെസ്, അതിൻ്റെ ഇക്വേഷൻ അത് ഒന്ന് ഓർമ്മിച്ച് വെക്കുക. ഇത് 2 ഡയമെൻഷണൽ കേസിലേക്കുള്ള എക്സ്പ്രഷനാണ്. സപ്പോസ് ദർ ഈസ് ഓൺലി സിഗ്മ 1 ആൻഡ് സിഗ്മ 2, രണ്ട് സ്ട്രെസ് മാത്രമേ ഉള്ളൂവെങ്കിൽ ടോമാക്സ് വിൽ ബി സിഗ്മ 1 മൈനസ് സിഗ്മ 2/2 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതൊന്ന് ഓർമ്മിച്ച് വെക്കുക. നൗ നമുക്ക് ഒരു പ്രോബ്ലം കൂടി സോൾവ് ചെയ്യാം. ഇതാണ് ക്വസ്റ്റ്യൻ. With respect to the frame of reference OXYZ, the following state of stress exists. Determine the principal stresses and their associated directions. ഇതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു ഒബ്ജക്റ്റിന് ഒരു കട്ടിംഗ് പ്ലെയിൻ ഒരു 3 ആക്സിസ് എടുത്തു. ഇതാണോ XY Z ആക്സിസ് എടുത്ത് ഒരു ഒബ്ജക്റ്റ് ഉണ്ട്. അതിൽ ഏതോ ഒരു പോയിന്റ് കൺസിഡർ ചെയ്തു, അതിലൂടെ ഒരു കട്ടിംഗ് പ്ലെയിനെ പാസ് ചെയ്യിച്ചു. ദെൻ അവിടുത്തെ സ്റ്റേറ്റ് ഓഫ് സ്ട്രെസ് കാൽക്കുലേറ്റ് ചെയ്തപ്പം ഇങ്ങനെ വാല്യൂസ് കിട്ടി. സിഗ്മ എക്സ്, ഇത് സിഗ്മ എക്സ് ആണ്. ടോ XY, ടോ XZ നിങ്ങൾക്ക് അറിയാവുന്ന ആ സ്ട്രെസ് ടെൻസർ ഓർമ്മിച്ച് വെക്കുക. ഇങ്ങനെ വാല്യൂ കിട്ടി. ഈ ഒരു വാല്യൂവിനെ ബേസ് ചെയ്തിട്ട്, ഈ സ്റ്റേറ്റ് ഓഫ് സ്ട്രെസ്സിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ഇതിൻ്റെ പ്രിൻസിപ്പൽ സ്ട്രെസ് കണ്ടുപിടിക്കണം. ഈ പോയിന്റിലെ ഏത് ആംഗിളിൽ അല്ലെങ്കിൽ ഏത് പ്ലെയിനിൽ കട്ട് ചെയ്താലാണ് പ്രിൻസിപ്പൽ സ്ട്രെസ് കിട്ടുക, ആ വാല്യൂസ് സിഗ്മ 1 സിഗ്മ 2 സിഗ്മ 3 സിഗ്മ 1 സിഗ്മ 2 സിഗ്മ 3 കണ്ടുപിടിക്കണം. ഇതാണ് നിങ്ങൾ ചെയ്യാനുള്ളത്. ഇതിനാണ് പ്രിൻസിപ്പൽ സ്ട്രെസ്സസ് എന്ന് പറയുക. ആൻഡ് ദെയർ അസോസിയേറ്റഡ് ഡയറക്ഷൻസ് എന്ന് പറഞ്ഞാൽ യു ഹാവ് ടു കാൽക്കുലേറ്റ് ദ ഡയറക്ഷൻ NX NY NZ കൂടി കണ്ടുപിടിക്കണം. ഇതാണ് ഡയറക്ഷൻ ക്വസ്റ്റ്യൻ. അപ്പോൾ സിഗ്മ 1 ആയതുകൊണ്ട് വേണമെങ്കിൽ സിഗ്മ NX1 NY1 NZ എന്ന് കണ്ടുപിടിച്ചു. സിമിലർലി ഫോർ സിഗ്മ 2 ആക്ട് ചെയ്യുന്ന ഒരു പ്ലെയിൻ ഉണ്ടാവും, അതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് NX2 NY2 ആൻഡ് NZ2 വെച്ചിട്ടാണ്. ആൻഡ് സിഗ്മ 3 ആക്ട് ചെയ്യുന്ന പ്ലെയിൻ ഉണ്ടാവും, അതിൻ്റെ 3 NX3 NY3 ആൻഡ് NZ3. ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. സോ യു ഹാവ് ടു കാൽക്കുലേറ്റ് സിഗ്മ 1 സിഗ്മ 2 സിഗ്മ 3. ആഫ്റ്റർ ദാറ്റ് യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് NX1 ഈ 3 കണ്ടുപിടിക്കുക. അതേമാതിരി ഈ 3 കണ്ടുപിടിക്കുക. ഇത്രയാണ് ചെയ്യേണ്ടത്. കുറച്ച് ലെങ്തി പ്രോബ്ലം ആണ്, ബട്ട് പ്രൊസീജിയർ ഒന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ സെയിം പ്രൊസീജിയർ തന്നെയാണ് മറ്റേത്. ഇത് നിങ്ങൾ മെട്രിക്സ് ഇക്വേഷൻ അല്ലെങ്കിൽ ഈഗൺ വാല്യൂ പ്രോബ്ലം
കോഫാക്ടറൊക്കെ വെച്ചിട്ടാണ് സോൾവ് ചെയ്യുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് സ്റ്റെപ്പ്, ഇങ്ങനെ ഒരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ ഫസ്റ്റ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് σ1, σ2, σ3 ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇത് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ σ1, σ2, σ3 വരുന്നത് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോഴാണ്. ഓക്കെ, ഇത് നിങ്ങൾ ഡെറിവേഷനിൽ ഓർമ്മിക്കുന്നുണ്ടാവും. ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ മീൻസ് σ³ മൈനസ് I1 σ² പ്ലസ് I2 സിഗ്മ മൈനസ് I3 ഈസ് ഈക്വൽ ടു 0. ഇങ്ങനെ ഒരു ഇക്വേഷൻ ഡെവലപ്പ് ചെയ്യും. ഈ ഇക്വേഷനെ, ഈ ക്യൂബിക്കൽ എക്സ്പ്രഷനെ സോൾവ് ചെയ്യുമ്പോഴാണ്, അതിൻ്റെ റൂട്ട്സ് കണ്ടുപിടിക്കുമ്പോഴാണ് σ1, σ2, σ3 കിട്ടുന്നത്. സോ first you have to formulate an expression like this. You have to find out the characteristic equation. Characteristic equation കിട്ടണമെങ്കിൽ first you have to calculate I1, I2 and I3 as we did in the previous problem. So take the expressions for I1, I2 and I3. I1, I2, I3 ൻ്റെ എക്സ്പ്രഷൻസ് എടുക്കുക, സോൾവ് ചെയ്യുക, ആ വാല്യൂസ് കിട്ടും, ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ദെൻ ഫോർമുലേറ്റ് ദിസ് ക്യൂബിക്കൽ എക്സ്പ്രഷൻ. അതാണ് അവർ ഫസ്റ്റ് സ്റ്റെപ്പ്. നമ്മൾ അതാണ് ആദ്യം ചെയ്യാൻ പോകുന്നത്. സോ as I said, I1 is equal to, നമുക്ക് ഇക്വേഷൻ ഓർമ്മിച്ച് വെക്കാൻ നിങ്ങൾക്ക് അറിയുമെന്ന് വിചാരിക്കുന്നു. I1 is equal to σx plus σy plus σz ആണ്. ഈ σxൻ്റെയും σyൻ്റെയും σzൻ്റെയും വാല്യൂ നമുക്ക് തന്ന ക്വസ്റ്റ്യനിൽ തന്ന മെട്രിക്സ് നിന്നാണ് എടുക്കുന്നത്. മെട്രിക്സ് ആണെങ്കിൽ ഇവിടെ ഒന്ന് ഓർമ്മിച്ച് നിങ്ങൾക്കൊന്ന് എടുക്കാൻ വേണ്ടിയിട്ട് 1 2 1 2 1 1 1 1 1 2 1 2 1 1 1 1 1 ഇതാണ് നമുക്ക് തന്ന മെട്രിക്സ്. സോ σx മീൻസ് ഇതാണ് σx, σy ആൻഡ് σz. ഓക്കെ, ഇത് 3 എഴുതുക, 3 1 ആണ്, സോ 3 എന്ന് കിട്ടും. ദെൻ I2, calculate I2. Either you can write this lengthy expression or you can write the determinant format. 3 ഡിറ്റർമിനൻറ്റിൻ്റെ സം ആണ്. determinant 1, determinant 2, determinant 3, 3 സം ചെയ്ത് ആ എക്സ്പ്രഷൻ എഴുതിയാലും മതി. ഏതെങ്കിലും എക്സ്പ്രഷൻ യൂസ് ചെയ്തിട്ട് I2 കണ്ടുപിടിക്കുക. അപ്പോൾ ഇതിലും ഈ ഷിയർ സ്ട്രെസ്സിൻ്റെ വാല്യൂ ടോ XY എന്ന് പറഞ്ഞാൽ 2 ആണ്, ടോ XZ എന്ന് പറഞ്ഞാൽ 1 ആണ്, ടോ YXും ടോ XY സെയിം ആയിരിക്കും, ടോ YZ അതാണ് നമുക്ക് പിന്നെ ആവശ്യമുള്ള, ടോ YZും 1 ആണ്. അപ്പോൾ ഇത് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ I2 കിട്ടും. ദെൻ കാൽക്കുലേറ്റ് I3 എന്ന് പറഞ്ഞാൽ ഈ തന്ന മെട്രിക്സിനെ ഡിറ്റർമിനൻ്റ് ആക്കി എഴുതിയിട്ട് ആ ഡിറ്റർമിനൻ്റ് സോൾവ് ചെയ്താൽ മതി. ഓക്കെ, അല്ലെങ്കിൽ ഈ എക്സ്പ്രഷൻ പഠിച്ചിട്ട് അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലും മതി. സോ I3 ഈസ് ഈക്വൽ ടു -1 കിട്ടും. ഇത് കഴിഞ്ഞാൽ നമ്മൾ തൊട്ട് മുമ്പത്തെ പ്രോബ്ലം ചെയ്ത മാതിരി തന്നെ, അതിൽ നമ്മൾ ഓൾറെഡി ചെയ്തതാണ്. സോ അതേപോലെ ഇവിടെയും സോൾവ് ചെയ്ത് വെക്കുക. ദെൻ ദിസ് ഈസ് അവർ ജനറൽ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ സിഗ്മ. ഈ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ്റെ ഫോർമാറ്റ് എപ്പോഴും ഇതായിരിക്കും. സൈനും നോക്കുക, ഫസ്റ്റ് മൈനസ് ആണ്, പ്ലസ് ദെൻ മൈനസ്. ഓക്കെ, ഇതാണ് കറക്റ്റ്. ഞാൻ കഴിഞ്ഞ സ്ലൈഡിൽ തിരിച്ചിട്ട് എഴുതിയല്ല, കറക്റ്റാണ്. സോ σ³ I1ൻ്റെ സ്ഥാനത്ത് I1 ഈസ് ഈക്വൽ ടു 3 എന്ന് കിട്ടും. സോ -3 σ². ദെൻ I2 ഈസ് -3 ആണ്, മൈനസ്, സോ ഇവിടെ മൈനസ് സൈൻ ആവും. 3 സിഗ്മ പ്ലസ് 1 ഈസ് ഈക്വൽ ടു 0. ഇതാണ് ദിസ് ഈസ് അവർ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ. നമുക്ക് തന്ന സ്റ്റേറ്റ് ഓഫ് സ്ട്രെസ്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ. നൗ with the help of a calculator solve this and find out σ1, σ2 and σ3. ഓക്കെ, 3 റൂട്ട്സ് കണ്ടുപിടിക്കുക. അതിനെയാണ് പ്രിൻസിപ്പൽ സ്ട്രെസ്സസ് എന്ന് പറയുന്നത്. σ1, σ2 ആൻഡ് σ3 ആർ നോൺ ആസ് ദ പ്രിൻസിപ്പൽ സ്ട്രെസ്സസ്. സോ നിങ്ങൾ കാൽക്കുലേറ്ററിൽ മോഡ് ഫംഗ്ഷൻ യൂസ് ചെയ്യുക. മോഡ് ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് ഇക്വേഷൻ ഉണ്ടാവും, ക്യൂബിക്കൽ എക്സ്പ്രഷൻ സോൾവ് ചെയ്യുന്നുണ്ടാവും. അതിനെ ബേസ് ചെയ്തിട്ട് ഇത് കണ്ടുപിടിക്കുക. σ1, σ2, σ3 കണ്ടുപിടിക്കാം. ജനറലി ഈ നോമൻക്ലേച്ചർ ശരിക്ക് തെറ്റാണ്. ജനറലി നമ്മൾ പേര് കൊടുക്കുക, ഹയസ്റ്റ് വാല്യൂവിനെയാണ് σ1 എന്ന് പേര് വിളിക്കുക, ലോവസ്റ്റ് വാല്യൂവിനെയാണ് σ3 എന്ന് വിളിക്കുക, ഇൻ്റർമീഡിയറ്റ് വാല്യൂവിനെയാണ് σ2 എന്ന് വിളിക്കുക. ഇതിൽ അങ്ങനെയൊന്നും നോക്കിയിട്ടില്ല. ജസ്റ്റ് ഫസ്റ്റ് 3 വാല്യൂസിന് ആർബിട്രറി ആയിട്ട് σ1, σ2, σ3 എന്ന് പേര് വിളിച്ചിട്ടേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഇനി അടുത്ത സ്റ്റേജിലേക്കൊക്കെ പ്രോബ്ലം ചെയ്യുമ്പം എപ്പോഴും മാക്സിമം വാല്യൂവിന്, ഇതിൽ മാക്സിമം വാല്യൂ 3.731 ഇതിനെയാണ് σ1 എന്ന് പേര് കൊടുക്കേണ്ടത്. ലോവസ്റ്റ് വാല്യൂ -1 ആണ്, ഇതിനെയാണ് σ3 എന്ന്
പേര് കൊടുക്കേണ്ടത്. ആൻഡ് ഇൻ്റർമീഡിയറ്റ് വാല്യൂ ഇതിന് സിഗ്മ 2 എന്നും പേര് കൊടുക്കുക. ഇപ്പം അത് ഈ സൊല്യൂഷനിൽ ഇത് ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ഡയറക്റ്റ്ലി എടുത്ത സൊല്യൂഷനാണ്. അപ്പോൾ അതിൽ പേര് കൊടുത്തത് ഇങ്ങനെ തന്നെയാണ്. സോ നമുക്ക് ഇതേമാതിരി തന്നെ ഇപ്പം മുന്നോട്ട് പോകാം. സോ ഇത്രയും കിട്ടി. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ ഓരോ വാല്യൂസിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്ലെയിൻ ആണ്. സിഗ്മ 1 ആക്ട് ചെയ്യുന്ന പ്ലെയിൻ കണ്ടുപിടിക്കണം. ആ പ്ലെയിൻ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ പ്ലെയിനിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് NX1 NY1 NZ1 കണ്ടുപിടിച്ചിട്ടാണ്. അതേമാതിരി സിഗ്മ 2നും കറസ്പോണ്ടിങ് ആയിട്ട് NX2 NY2 NZ2 കണ്ടുപിടിക്കുക. ഇതിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്ലെയിൻ കണ്ടുപിടിക്കുക. ഈ 3 പ്ലെയിനിനെ കണ്ടുപിടിക്കാം. പ്ലെയിൻ മീൻസ് പ്ലെയിനിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് അതിൻ്റെ ഡയറക്ഷൻ കൊസൈൻസ് വെച്ചിട്ടാണ്. പ്ലെയിൻ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡയറക്ഷൻ കൊസൈൻ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് മീനിങ്. സോ NX1 NY1 NZ1 NX2 NY2 NZ2 കണ്ടുപിടിക്കുക. ഇവിടെ അതേമാതിരി NX3 NY3 ആൻഡ് NZ3 കണ്ടുപിടിക്കാം. ഓക്കെ, ഇനി അത് കണ്ടുപിടിക്കണമെങ്കിൽ നിങ്ങൾക്ക് ആ ഡെറിവേഷൻ ഓർമ്മ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഒന്ന് മുമ്പോട്ട് പോവാം. ഇതാണ് ഈ എക്സ്പ്രഷൻ വെച്ച് ഇതാണ് നമ്മുടെ കയ്യിലുള്ള ഇക്വേഷൻസ്. ഇതിലാണ് NX NY NZ ഒക്കെ വരുന്നത്. ഇതൊന്ന് ഓർമ്മിച്ച് വെക്കുക. ഓർമ്മിക്കാനുള്ള എളുപ്പവഴി ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഈ ഇക്വേഷനിലാണ് വെച്ചിട്ടാണ് നമ്മൾ NX NY NZ കണ്ടുപിടിക്കുന്നത്. പ്ലസ് ഈ ഒരു കണ്ടീഷനും കൂടി സാറ്റിസ്ഫൈ ചെയ്യണം. ഇത്രയും 4 ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലുള്ള NX NY NZ ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. സോ ഇപ്പം നമ്മുടെ കയ്യിൽ ഇങ്ങനെ ഒരു ക്യൂബിക്കൽ എക്സ്പ്രഷൻ ഉണ്ട്. അത് സോൾവ് ചെയ്തപ്പം സിഗ്മ 1 സിഗ്മ 2 സിഗ്മ 3 എന്ന് 3 വാല്യൂ കിട്ടി. ഇനി എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഈ ഫസ്റ്റ് വാല്യൂ സിഗ്മ 1 എടുത്തിട്ട് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഈ സിഗ്മ വരുന്നിടത്ത് സിഗ്മ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇവിടെയും സിഗ്മ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സിഗ്മ 1ൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇവിടെയും സിഗ്മ 1ൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ NX1 NY1 NZ1 കിട്ടും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സിഗ്മ 1 മാറ്റിയിട്ട് ഇവിടെ സിഗ്മ 2ൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇവിടെ സിഗ്മ 2 എന്ന് കൊടുക്കുക. ഇവിടെയും സിഗ്മ 2 എന്ന് കൊടുക്കുക. ഇവിടെയും സിഗ്മ 2 എന്ന് കൊടുക്കുക. സിംപ്ലിഫൈ ചെയ്യുക. സോ കറസ്പോണ്ടിങ്ങിലി NX2 NY2 NZ2 കണ്ടുപിടിക്കാൻ പറ്റും. ആഫ്റ്റർ ദാറ്റ് again repeat the same procedure by substituting sigma 3 here. Instead of sigma, substitute sigma 3 and simplify. You will get NX3 NY3 and NZ3. ഇതാണ് ചെയ്യാനുള്ളത്. ഓക്കെ, സോ ഇനി നമ്മളെ പ്രോബ്ലത്തിലേക്ക് വരികയാണെങ്കിൽ ഇതാണ് പ്രോബ്ലം. അപ്പോൾ ഈ ഇക്വേഷൻ എങ്ങനെ കിട്ടിയെന്ന് വെച്ചാൽ നമുക്ക് തന്ന മെട്രിക്സ് ഒന്ന് എഴുതിയിരിക്കാം. നമ്മളെ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ 1 2 1 2 1 1 1 1 1. ഓക്കെ, ഈ മെട്രിക്സിൽ നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ ഇതാണ് നമുക്ക് വേണ്ടത്. NX സോൾവ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഈ ഡയഗണൽ എലമെൻസിൻ്റെ കൂടെ ഒരു മൈനസ് സിഗ്മയും കൂടി കൊടുക്കുക. മൈനസ് സിഗ്മ, ഇവിടെ മൈനസ് സിഗ്മ, എല്ലാ ഡയഗണൽ എലമെൻറ്റിൻ്റെ കൂടെ മൈനസ് സിഗ്മ കൊടുക്കുക. സോ സിഗ്മ സിഗ്മ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് കേസ് സിഗ്മ 1 കൊടുക്കുമ്പോൾ -1 ആണ്. സോ 1 മൈനസ് 1 മൈനസ് 1. സോ ഇവിടെ 1 + 1 വരും. ദെൻ ബാക്കിയെല്ലാം സെയിം 2 1. ദെൻ 2 ഇവിടെ 1 -1 അഗെയിൻ 1 + 1 എന്ന് വരും. ബാക്കിയെല്ലാം സെയിം. അഗെയിൻ ലാസ്റ്റ് ഡയഗണൽ എലമെൻറ്റ് ഇങ്ങനെ കിട്ടും. ഓക്കെ, സോ നിങ്ങൾ നെക്സ്റ്റ് ഇത് കാണുമ്പം സ്ലൈഡ് ഇതിൽ തന്നെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇത് കിട്ടിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് തന്ന മെട്രിക്സ് എടുക്കുക. നമുക്ക് തന്ന മെട്രിക്സ് 1 1 2 1 2 1 1 1 1 1 ആണ്. 1 2 1 2 1 1 1 1 1. ഇതിൽ ഈ ഡയഗണൽ എലമെൻസിൻ്റെ കൂടെ ഒരു മൈനസ് സിഗ്മയും കൂടി കൊടുക്കുക. ഇവിടെ ഇതിന് പകരം ഒരു 1 മൈനസ് സിഗ്മ എന്ന് കൊടുക്കുക. ഇവിടെ ഒരു മൈനസ് സിഗ്മ കൊടുക്കുക. ഇവിടെ ഒരു മൈനസ് സിഗ്മ കൊടുക്കുക. ഇനി ഫസ്റ്റ് സിഗ്മ 1 ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതെങ്കിൽ സിഗ്മ 1ൻ്റെ വാല്യൂ കൊടുക്കുക. സിഗ്മ 1 സിഗ്മ 1 സിഗ്മ 1. സോ 1 മൈനസ് 1 2 എന്ന് വരും. ബാക്കി 2 1 അതെല്ലാം ബാക്കി അതൊക്കെ അതേപോലെ എഴുതാം. ദെൻ ഇതും അതേപോലെ വരും. ഇവിടെ ഡയഗണൽ എലമെൻറ്റ് എന്ത് വരും? 1 മൈനസ് -1. സോ 2 എന്ന് വരും. അഗെയിൻ സെയിം ഈ ഡയഗണൽ എലമെൻറ്റും 1 മൈനസ് -1 2 എന്ന് വരും. ദെൻ മെട്രിക്സ് ഫോർമാറ്റിൽ എഴുതാൻ അതിൻ്റെ കോഎഫിഷ്യൻറ്റ് NX NY NZ = 0. എപ്പോഴും ഇങ്ങനെയാണ് എഴുതേണ്ടത്. ഈ ഒരു മെട്രിക്സ് ഡയറക്റ്റ്ലി എഴുതിയാൽ മതി.
അപ്പോൾ നിങ്ങൾക്ക് തന്ന മെട്രിക്സ് എടുക്കുക, അതിലെ ഡയഗണൽ എലമെൻസിന് ഫസ്റ്റ് സിഗ്മ വണ്ണിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഡയഗണൽ എലമെൻസിൻ്റെ കൂടെ മൈനസ് സിഗ്മ വണ്ണും കൂടി കൊടുക്കുക. അപ്പം ഈ ഒരു ഫോർമാറ്റ് കിട്ടും. ഓക്കെ, ഇനി സെക്കൻഡ് സിഗ്മ 2 ആണ് കാണണമെങ്കിൽ ഈ ഇവിടെ ഡയഗണൽ എലമെൻസിൻ്റെ കൂടെ മൈനസ് സിഗ്മ 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എല്ലാ ഡയഗണൽ എലമെൻറ്റ് മൈനസ് സിഗ്മ 2 കൊടുക്കുക. അപ്പം എന്നിട്ട് ഈ ഒരു ഫോർമാറ്റിൽ എഴുതുക. ഓക്കെ, ഇതാണ് ഇതിൻ്റെ മെട്രിക്സ് റെപ്രസെൻറ്റേഷൻ. ഈ നമുക്ക് കിട്ടിയ നമുക്ക് കിട്ടിയ ഇക്വേഷൻ, ഈ ഇക്വേഷനെ ഡയറക്റ്റ്ലി മെട്രിക്സിലേക്ക് മാറ്റിയതാണ്. മെട്രിക്സ് സൊല്യൂഷൻ, നമുക്ക് സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. നൗ ഇതിനെ സോൾവ് ചെയ്യുന്നത് നമ്മുടെ കോഫാക്ടർ വെച്ചിട്ടാണ്. വി വിൽ യൂസ് കോഫാക്ടർ കണ്ടുപിടിച്ചിട്ടാണ് സോൾവ് ചെയ്യുന്നത്. സോ ഈ സാധനം എടുക്കുക, ഇവിടെ കിട്ടിയ ഇത് എടുക്കുക, ഇതിലെ ഫസ്റ്റ് റോ എലമെൻസിൻ്റെ കോഫാക്ടർ കണ്ടുപിടിക്കുക. സോ കോഫാക്ടറിൻ്റെ ഇക്വേഷൻ, ഇപ്പം ഫസ്റ്റ് എലമെൻറ്റിന് A1 എന്ന് കൊടുക്കുക. കോഫാക്ടറിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ -1 ഹോൾ റേസ് ടു I plus j, ദെൻ ദ മൈനർ ഡിറ്റർമിനൻ്റ് എടുക്കുക. അതിനെയാണ് കോഫാക്ടർ എന്ന് പറയുക. വേർ I എന്ന് പറഞ്ഞാൽ ഏത് റോയാണ്, റോൻ്റെ നമ്പറാണ്. ജെ എന്ന് പറഞ്ഞാൽ കോളം നമ്പറാണ്. സോ ഫസ്റ്റ് എലമെൻറ്റ്, ഈ എലമെൻ്റ് ആണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ 2 എന്നുള്ള ഫസ്റ്റ് എലമെൻ്റ് ആണ്, ഇതിൻ്റെ കോഫാക്ടർ ആണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ ഇത് ഫസ്റ്റ് കോളം എലമെൻ്റ് ആണ്. ഈ എലമെൻ്റ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് റോയിലെ ആദ്യത്തെ എലമെൻ്റ് ആണ്, ഫസ്റ്റ് കോളത്തിലെ ആദ്യത്തെ എലമെൻ്റ് ആണ്. സോ I ഈസ് ഈക്വൽ ടു 1, j ഈസ് ഈക്വൽ ടു 1 എന്ന് വരും. I എന്ന് പറഞ്ഞാൽ ഏത് റോയാണ്, ഫസ്റ്റ് റോ. j എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് കോളം. സോ ഫസ്റ്റ് ഇങ്ങനെ വരും. സോ ഇതിൻ്റെ കോഫാക്ടർ കണ്ടുപിടിക്കണമെങ്കിൽ -1 ഹോൾ റേസ് ടു I plus j, 1 plus 1 എന്ന് വരും, ഇൻറ്റു മൈനർ മെട്രിക്സ്. മൈനർ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഇതിൻ്റെ കോഫാക്ടർ ആണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ ആ റോയും ആ കോളവും ഒഴിവാക്കുക. ബാക്കി കിട്ടിയ ഇതിനെയാണ് മൈനർ എന്ന് വിളിക്കുക. ആ ഡിറ്റർമിനൻ്റ് ഇവിടെ അതേപോലെ എഴുതാം. ഓക്കെ, സോ -1 1 plus 1 2 1 1 2 സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ 3 എന്ന് കിട്ടും. -1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ +1 ആവും. -1, ഇത് -1 സ്ക്വയർ മീൻസ് ഇറ്റ് ഈസ് നത്തിങ് ബട്ട് +1. സോ ഇൻറ്റു 2 × 2 4 -1, 2 × 2 4 -1 ഇൻറ്റു 1. സോ 3 എന്ന് കിട്ടും. സോ ഫസ്റ്റ് എലമെൻറ്റിൻ്റെ കോഫാക്ടർ കണ്ടുപിടിച്ചു. അതിനെയാണ് A1 എന്ന് വിളിക്കുന്നത്. A1 ഈസ് ഈക്വൽ ടു 3 എന്ന് കിട്ടി. സിമിലർലി കാൽക്കുലേറ്റ് B1. B1 കണ്ടുപിടിക്കാൻ, B1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് റോയിലെ സെക്കൻഡ് എലമെൻറ്റ്. ഈ എലമെൻറ്റിൻ്റെ കോഫാക്ടറിനെയാണ് B1 എന്ന് വിളിക്കുന്നത്. എഗെയിൻ സെയിം എക്സ്പ്രഷൻ. എന്ത് ചെയ്യാം, ഇവിടെ I എന്ന് പറഞ്ഞാൽ എന്ത് വരും, ഫസ്റ്റ് റോ ആണ്. സോ I ഈസ് ഈക്വൽ ടു 1 തന്നെ വരും. ബട്ട് സെക്കൻഡ് കോളാണ്, ഇതാണ് ഫസ്റ്റ് കോളം, ഇതാണ് ഫസ്റ്റ് കോളം, ഇതാണ് സെക്കൻഡ് കോളം. സോ j ഈസ് ഈക്വൽ ടു 2 എന്ന് വരും. സോ B1ൻ്റെ എക്സ്പ്രഷൻ, B1 എന്ന് പറഞ്ഞാൽ നമുക്ക് എഴുതുകയാണെങ്കിൽ -1 ഹോൾ റേസ് ടു I plus j, 1 plus 2 3 എന്ന് വരും, ഇൻറ്റു നേരത്തെ പോലെ തന്നെ ഡിറ്റർമിനൻ്റ് എടുക്കുമ്പോൾ ഇതും ഒഴിവാക്കുക, ഫസ്റ്റ് ഇതും ഒഴിവാക്കുക, ബാക്കിയുള്ളത് ഇത്രയും എഴുതുക. 2 1 1 2 ഡിറ്റർമിനൻ്റ് 2 1 1 2. സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് B1 ആസ് -3. കാരണം ഇത് -1 ഹോൾ റേസ് ടു 3 എന്ന് പറഞ്ഞാൽ ഓഡ് നമ്പർ വരുമ്പോൾ -1 തന്നെയാണ് എഴുതുക. -1 ഇൻറ്റു -1 ഇൻറ്റു -1, ദാറ്റ് മീൻസ് -1 തന്നെയാണ്. സോ -3 എന്ന് വരും. സിമിലർലി C1 കണ്ടുപിടിക്കണമെങ്കിൽ C1 എന്ന് പറഞ്ഞാൽ ഈ എലമെൻറ്റിൻ്റെയാണ് C1 എന്ന് കണ്ടുപിടിക്കാൻ പോകുന്നത്. C1 എന്ന് പറഞ്ഞാൽ -1 ഹോൾ റേസ് ടു I plus j. ഈ എലമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് റോ പ്ലസ് തേർഡ് കോളം. സോ 1 plus 3 എന്ന് വരും. ദെൻ ഡിറ്റർമിനൻ്റ് ഏതൊക്കെ ഒഴിവാക്കണം, ഈ കോളം ഒഴിവാക്കുക, ഈ 1 വരുന്ന കോളം ഒഴിവാക്കുക, 1 വരുന്ന റോ ഒഴിവാക്കുക, ബാക്കി 2 2 1 1 എന്ന് വരും. സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 - 2 എന്ന് വരും. സോ ആൻസർ വിൽ ബി 0. സോ ഫൈൻഡ് ഔട്ട് ദ കോഫാക്ടേഴ്സ് ഓഫ് ഫസ്റ്റ് റോ. അപ്പോൾ അതിനെയാണ് A1 B1 C1 എന്ന് പേര് കൊടുത്തത്. നമുക്ക് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ A1 ഈസ് ഈക്വൽ ടു 3, B1 ഈസ് ഈക്വൽ ടു -3 ആൻഡ് C1 ഈസ് ഈക്വൽ ടു 3 എന്ന് കിട്ടി. സോ ദ values A1 is equal to 3, B1 is equal to -3, C1 is equal to 0. ഇനി
ഈ മെട്രിക്സിൻ്റെ സൊല്യൂഷൻ നമുക്ക് എൻ എക്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇത് സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ആണ്. ഇത് ബൈ ഹാർട്ട് പഠിക്കുക. എൻ എക്സ് ഈസ് ഈക്വൽ ടു A1 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് A1 സ്ക്വയർ പ്ലസ് B1 സ്ക്വയർ പ്ലസ് C1 സ്ക്വയർ. സിമിലർലി എൻ വൈ എന്ന് പറഞ്ഞാൽ B1 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് A1 സ്ക്വയർ പ്ലസ് B1 സ്ക്വയർ പ്ലസ് C1 സ്ക്വയർ ആണ്. ആൻഡ് എൻ സെഡ് എന്ന് പറഞ്ഞാൽ എൻ ഇസെഡ് മീൻസ് C1 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് A1 സ്ക്വയർ പ്ലസ് B1 സ്ക്വയർ പ്ലസ് C1 സ്ക്വയർ ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ. A1 എന്ന് പറഞ്ഞാൽ 3 ആണ്. A1 സ്ക്വയർ ചെയ്യുക. B1 സ്ക്വയർ പ്ലസ് C1 സ്ക്വയർ സ്ക്വയർ റൂട്ട് എടുക്കുക. NX ഡയറക്റ്റ്ലി ആൻസർ കിട്ടി. ദിസ് ഈസ് യുവർ ഫസ്റ്റ് ആൻസർ. സിമിലർലി NY എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കിട്ടും. ആൻഡ് NZ ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. സോ σ1 ഈസ് ഈക്വൽ ടു -3. ഇത് ആക്ട് ചെയ്യുന്ന പ്ലെയിനിൻ്റെ ഡയറക്ഷൻസ് റെപ്രസെൻറ്റ് ചെയ്യുന്ന നമ്പറാണ്. ഡയറക്ഷൻ കോസൈൻസ് ആണ്. NX ഈസ് ഈക്വൽ ടു 0.7071. NY ഈസ് ഈക്വൽ ടു -0.7071 and NZ is equal to 0. Now similarly calculate the direction cosines corresponding to sigma 2 and sigma 3. So sigma 2 എടുക്കുക. sigma 2 കണ്ടുപിടിക്കാൻ ഇനി ഇത് ഡയറക്റ്റ് എഴുതിയാൽ മതി. ഇതെങ്ങനെയാണ് കിട്ടുന്നത് വെച്ചാൽ ഈ സാധനം എങ്ങനെയാണ് കിട്ടുന്നത് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞു, നമുക്ക് തന്ന മെട്രിക്സ് എടുക്കുക. കുറച്ച് വലുതാക്കി എഴുതാം. മെട്രിക്സ് 2 1 1 എന്തായിരുന്നു തന്ന മെട്രിക്സ് മറന്നുപോയല്ലോ. 1 2 1 2 1 1 1 1 1 തന്ന മെട്രിക്സ്. അപ്പോൾ ഇത് 1 2 1. ഓക്കെ. 1 2 1 2 1 1 1 1 1 ഇതാണ് നമുക്ക് തന്ന മെട്രിക്സ്. ഇനി സിഗ്മ 2ൻ്റെ വാല്യൂസ് ആണ്. സിഗ്മ 2ൻ്റെ കറസ്പോണ്ടിങ് പ്ലെയിൻ ആയതുകൊണ്ട് ഈ ഡയഗണൽ എലമെൻസിൻ്റെ കൂടെ മൈനസ് സിഗ്മ 2 എന്ന് കൊടുക്കുക. ഇതിൻ്റെ കൂടെ മൈനസ് സിഗ്മ 2 എന്ന് കൊടുക്കുക. ഇതിൻ്റെ കൂടെ മൈനസ് സിഗ്മ 2 എന്ന് കൊടുക്കുക. സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഇത് കൊടുത്തു കഴിഞ്ഞാൽ കിട്ടുന്ന മെട്രിക്സ് ആണ് ഇത്. അപ്പോൾ ഡയറക്റ്റ്ലി എഴുതാൻ പറ്റും. ഇൻറ്റു NX NY NZ ഈക്വൽ ടു 0. നേരത്തെ മാതിരി തന്നെ കോഫാക്ടർ കാണുക. A1 B1 C1 കാണുക. ദെൻ ഫൈൻഡ് ഔട്ട് NX NY NZ. ദിസ് പ്ലെയിൻ കറസ്പോണ്ടിങ് ടു ദ സിഗ്മ 2 വാല്യൂ. ഈ വാല്യൂവിന് കറസ്പോണ്ട് ഈ സ്ട്രെസ് ആക്ട് ചെയ്യുന്ന പ്ലെയിൻ ആണ് ഇത്. ഓക്കെ. ദെൻ ദ തേർഡ് വൺ സെയിം പ്രൊസീജിയർ. അഗെയിൻ നമുക്ക് തന്ന മെട്രിക്സ് എടുക്കുക. The given matrix is 1 2 1 2 1 1 1 1 1. ഇതിലെ ഡയഗണൽ എലമെൻസിൻ്റെ കൂടെ സിഗ്മ 3ൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇവിടെ മൈനസ് സിഗ്മ 3 എന്ന് കൊടുക്കുക. ഇവിടെ മൈനസ് സിഗ്മ 3 എന്ന് കൊടുക്കുക. ഇവിടെ മൈനസ് സിഗ്മ 3 എന്ന് കൊടുക്കുക. ബാക്കി ടേംസ് ഒക്കെ സെയിം. സോ കൊടുത്തു കഴിഞ്ഞാൽ കിട്ടുന്ന ഇതാണ് മെട്രിക്സ് ആണ് ഇത്. ദെൻ കോഎഫിഷ്യൻ്റ് ഇതാണ് കോഎഫിഷ്യൻ്റ് മെട്രിക്സ്. ദെൻ വേരിയബിൾ NX NY NZ. റൈറ്റ് ഹാൻഡ് സൈഡ് ഇക്വേഷൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡ് 0 ആണ്. സോ 0 0 എല്ലാം മെട്രിക്സ് ഫോർമാറ്റിൽ എഴുതി. ഏഗൻ വാല്യൂ പ്രോബ്ലം എന്ന് പറയും. ദെൻ കാൽക്കുലേറ്റ് A1 B1 C1 NX NY NZ. ഓക്കെ. അപ്പം ഇങ്ങനെയാണ് ഡയറക്ഷൻ കൊസൈൻസ് കണ്ടുപിടിക്കുക. എല്ലാവരും പ്രോബ്ലം ചെയ്തു നോക്കുക. ഞാൻ ഈ രണ്ട് പ്രോബ്ലവും ഈ ക്ലാസ്സിൽ ചെയ്ത പ്രോബ്ലം പ്രീവിയസ് ക്ലാസ്സിൽ ചെയ്ത പ്രോബ്ലം എടുത്തിട്ടുള്ളത് LS ശ്രീനാഥ് എന്നുള്ള ടെക്സ്റ്റ് എന്നാണ്. അഡ്വാൻസ്ഡ് മെക്കാനിക്സ് ഓഫ് സോളിഡ് ബൈ LS ശ്രീനാഥ്. ഓക്കെ.